ഹലോ, എൻ്റെ ലൈഫിലെ തന്നെ ഫസ്റ്റ് സ്പീഡ് ബോട്ട് എക്സ്പീരിയൻസ് ആണ് ഞാനിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇത് ഞങ്ങൾ കരുതിക്കൂട്ടി പ്ലാൻ ചെയ്ത് പോയതൊന്നുമല്ല. തൃപ്പൂണിത്തുറ ഇരുമ്പനത്ത് നെടുങ്ങപ്പുഴ റോഡിലാണ് ഈ ബോട്ട് സർവീസ് ഉള്ളത്. അതുവഴി പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഒരു ആഗ്രഹം തോന്നി അങ്ങനെ ഒന്ന് കയറി നോക്കാൻ. 4 ചുറ്റും വെള്ളമുള്ളൊരു ദ്വീപിലാണ് കേട്ടോ എൻ്റെ ഗ്രാമം. പക്ഷെ അവിടെയും കയാക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഞാനിതുവരെ അതിനൊന്നും പോയിട്ടില്ല. എനിക്ക് വെള്ളം ഉയരമൊക്കെ ഭയങ്കര പേടിയാണ് കേട്ടോ. പക്ഷെ ഇത്തവണ അവർ നിർബന്ധിച്ചപ്പോൾ എന്നാൽ പിന്നെ കയറിയേക്കാമെന്ന് ഞാനങ്ങ് കരുതി. അങ്ങനെ രണ്ടും കൽപ്പിച്ച് ഞാൻ കയറാൻ തന്നെ തീരുമാനിച്ചു. പക്ഷേ കയാക്കിങ് വേണ്ടെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു. ഒരു വഞ്ചി പോലും തഴഞ്ഞ എക്സ്പീരിയൻസ് ഇല്ലാത്ത നമ്മൾ മാത്രം ഒരു ബോട്ടുമായിട്ട് പോകാമെന്ന് പറഞ്ഞാൽ അതെനിക്ക് ഭയങ്കര റിസ്ക് ആയിട്ട് തോന്നി. പക്ഷേ ഒരുപാട് ആളുകൾ പോകുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ശരിക്കും പേടിച്ചാണ് നിന്നത്, എന്താവും എന്ന്. സ്പീഡ് ബോട്ട് ആകുമ്പോൾ അവിടെ നിന്ന് ഒരാൾ കൂടെ ഉണ്ടാവുമല്ലോ, അതായിരുന്നു എൻ്റെ ഏക ധൈര്യം. പക്ഷേ അവിടെ വന്ന കൂടുതൽ ആളുകളും കയാക്കിങ് ആയിരുന്നു കേട്ടോ എടുത്തിരുന്നത്. ധൈര്യമുള്ളവർക്ക് അതൊരു രസമുള്ള കാര്യം തന്നെയാണ്. പക്ഷേ എനിക്ക് തീരെ ധൈര്യമില്ല. വെള്ളം എനിക്ക് ഭയങ്കര പേടി തന്നെയാണ്. അവിടുന്ന് അവർ നമുക്ക് ഓരോ ലൈഫ് ജാക്കറ്റൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇട്ടിട്ട് വേണം ബോട്ടിൽ തന്നെ കയറാൻ. അങ്ങനെ ഞങ്ങൾ അതൊക്കെ ഇട്ട് പതുക്കെ പതുക്കെ ബോട്ടിലേക്ക് കയറാൻ തുടങ്ങി. അപ്പോഴേക്കും എൻ്റെ നെഞ്ചിനകത്ത് നല്ല ഒന്നാന്തരം പഞ്ചാരിമേളം നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ എപ്പോഴും ഇങ്ങനെ പേടിയെന്ന് പറഞ്ഞ് കൂടെയുള്ളവരെ കൂടെ ബോറടിപ്പിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ആരോടും ഒന്നും പറയാൻ പോയില്ല. പക്ഷെ പതുക്കെ ബോട്ടിലേക്ക് കയറിയപ്പോൾ അതൊന്ന് ചെരിഞ്ഞു. പിന്നെ ആ ബോട്ട് ഓടിക്കുന്ന ചേട്ടൻ ബോട്ടിലേക്ക് കയറേണ്ട ശരിയായ രീതി പറഞ്ഞു തന്നു. അങ്ങനെ ഞാൻ പതുക്കെ അതിലേക്ക് കയറി. അപ്പോഴേക്കും എൻ്റെ കൂടെ ഉണ്ടായിരുന്നവർ കയറി സ്ഥലം പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർക്കൊന്നും ഒരു പേടിയില്ല. പാവനൊക്കെ ഭയങ്കര ധൈര്യമായിരുന്നു. പക്ഷെ ഞാൻ അത്ര പോരാ. എങ്ങനെയൊക്കെയോ ഒരു വിധത്തിൽ ഞാനും ബോട്ടിൽ കയറിയിരുന്നു. അങ്ങനെ ബോട്ട് സ്റ്റാർട്ട് ചെയ്തു. അപ്പോഴേക്കും ആ ചേട്ടൻ കുറച്ച് നിർദ്ദേശങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. ബോട്ടിൽ കയറുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ആ ചേട്ടൻ പറഞ്ഞു തന്നു. അങ്ങനെ കയറി കഴിഞ്ഞപ്പോൾ എൻ്റെ പേടിയൊക്കെ കുറച്ച് കുറഞ്ഞു കേട്ടോ. അവിടെ അടുത്ത് തന്നെ സൈഡിലായിട്ട് കുറച്ച് ആമ്പലുണ്ടായിരുന്നു. അതുവർ മുള വെച്ചിങ്ങനെ ബോർഡർ ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് പറിക്കാനൊന്നും പാടില്ല കേട്ടോ. പക്ഷെ അതിപ്പോൾ ഒന്നുമില്ല. കുറച്ച് കഴിയുമ്പോൾ അത് നന്നായിട്ട് പൂക്കും എന്ന് അവർ പറഞ്ഞു. അപ്പം നല്ല ഭംഗിയുണ്ടാവും കാണാൻ. ഈ ചേട്ടനാണ് ബോട്ട് ഓടിക്കുന്നത്. ചേട്ടൻ്റെ പേര് മോഹനൻ എന്നായിരുന്നു. കയറിയ ഉടൻ തന്നെ ചേട്ടൻ അതിനകത്ത് കുറച്ച് പെട്രോളോ എന്തോ ആണെന്ന് തോന്നുന്നു ഒഴിക്കുന്നുണ്ടായിരുന്നു. അതിന് ശേഷമാണ് ബോട്ട് പതുക്കെ സ്റ്റാർട്ട് ചെയ്ത് മൂവ് ചെയ്ത് തുടങ്ങി. അപ്പോഴേക്കും എൻ്റെ പേടി ഏകദേശം നല്ല രീതിക്ക് തന്നെ കുറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ കയറുമ്പോൾ ഏതാണ്ട് ഒരു 6 മണിയോടടുത്ത് സമയമായിട്ടുണ്ടായിരുന്നു. അപ്പോഴും ഒരുപാട് ആളുകൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. കുറച്ച് ആളുകൾ കയാക്കിങ്ങിന് പോയിട്ടുണ്ട്. അപ്പം നമ്മൾ പോയി തിരിച്ചു വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന കുറച്ച് പേരുണ്ടായിരുന്നേ. പക്ഷെ അവർക്ക് കയറാൻ പറ്റില്ല കേട്ടോ. കാരണം നമ്മൾ വന്നപ്പോഴേക്കും ഒരു 6:30 ആ സമയം കഴിഞ്ഞപ്പോൾ നല്ല ഇരുട്ടായിരുന്നു. പിന്നെ ഈ ഒരു സന്ധ്യാസമയത്ത് ആ ബോട്ടിലിരുന്ന് സൂര്യാസ്തമയം കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ശരിക്കും കയറിയില്ലായിരുന്നെങ്കിൽ എനിക്ക് ഇത്രയും നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടുമായിരുന്നില്ല എന്ന് ഞാൻ അപ്പോൾ വിചാരിച്ചു കേട്ടോ. ശരിക്കും സന്ധ്യയായി തുടങ്ങിയിട്ടുണ്ട്, ഇരുട്ടായി വരുന്നുണ്ടായിരുന്നു. പക്ഷെ എന്നാലും കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇതങ്ങനെ വലിയ ചിലവുള്ള കാര്യമൊന്നും അല്ല കേട്ടോ. അരമണിക്കൂർ സ്പീഡ് ബോട്ട് റേസിങ്ങിന് നമുക്ക് വരുന്നത് 400 രൂപ ചാർജായിരുന്നു. പക്ഷേ അത് ഞങ്ങൾക്ക് വർത്തായിട്ട് തന്നെ തോന്നി. കാരണം അത്രയ്ക്കുണ്ടായിരുന്നു എക്സ്പീരിയൻസ്. ഒത്തിരി വലിയ കാര്യങ്ങളൊന്നുമല്ല, എന്നാൽ പോലും നമുക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാനും പറ്റി. അതുപോലെ തന്നെ നല്ലൊരു ബോട്ടിംഗ് സർവീസ് എക്സ്പീരിയൻസ് ചെയ്യാനും പറ്റി കേട്ടോ. അതുകൊണ്ട് ഈ കൊടുത്ത പൈസ വലിയ കൂടുതലാണെന്നൊന്നും ഞങ്ങൾക്ക് തോന്നിയില്ല. ബോട്ടിലിരുന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഒരു വട്ടം കൂടെ പോകണം കേട്ടോ, കുട്ടികളൊക്കെ ആയിട്ട്. ഇത് ഞങ്ങൾ അപ്രതീക്ഷിതമായിട്ട് പോയതുകൊണ്ട് കുട്ടികളെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇനിയൊരു തവണ അവരെല്ലാവരെയായിട്ട് പോകണമെന്ന് ഞങ്ങൾ അപ്പം തന്നെ തീരുമാനിച്ചു. ആ ചേട്ടനാൾ അടിപൊളിയാണ് കേട്ടോ. ഞങ്ങളോട് നല്ല രീതിയിൽ തന്നെ സഹകരിച്ചു. ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ ഞങ്ങളെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്തായിരുന്നു. പക്ഷേ അതിനിടയ്ക്ക് ഒരു ഫാമിലി അവിടെ കയാക്കിങ്ങിന് വന്നിട്ടുണ്ടായിരുന്നേ. പോയിട്ട് കുറച്ച് സമയമായിട്ടുണ്ടായിരുന്നു. അവരുടെ ബോട്ടിൻ്റെ പെഡൽ എന്തോ കംപ്ലൈൻ്റ് ആയിട്ട് അവരവിടെ കുടുങ്ങിക്കിടക്കായിരുന്നു. അപ്പോൾ ആ ചേട്ടൻ കുറച്ച് നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തു, ഇങ്ങനെ ചെയ്യൂ അങ്ങനെ ചെയ്യൂ എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അവർക്കിത് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. കുറേ തവണ പറഞ്ഞിട്ട് മനസ്സിലാവാതെ വന്നപ്പോൾ ആ ചേട്ടൻ ഞങ്ങളുടെ ബോട്ട് അങ്ങോട്ട് അടുപ്പിച്ചു. പിന്നെ അവരെ പേടിപ്പിക്കാതെ സമാധാനപരമായി അവർക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. അപ്പോഴേക്കും അവരും ഒന്ന് റിലാക്സായി. പിന്നെ പതുക്കെ അവർ ആ ചേട്ടൻ പറഞ്ഞ നിർദ്ദേശങ്ങൾ അനുസരിച്ച് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ബോട്ട് മൂവ് ചെയ്യാൻ തുടങ്ങി കേട്ടോ. പതുക്കെ അത് ബാക്കോട്ട് എടുത്തിട്ട് വീണ്ടും ഒരു ഫ്രണ്ടിലോട്ട് തന്നെ എടുക്കുന്നുണ്ടായിരുന്നു. ശരിക്കും ഞങ്ങളും പേടിച്ചു പോയി കേട്ടോ, ഇങ്ങനെ കുടുങ്ങിക്കിടക്കുന്നത് കണ്ടപ്പോൾ. സർവീസ് നടത്തുന്നവർക്ക് പേടിയൊന്നും ഉണ്ടാവില്ല, കാരണം അവർക്ക് ആ ബോട്ട് എങ്ങനെയെങ്കിലും അടുപ്പിച്ചെടുക്കാൻ പറ്റുമായിരിക്കും. പക്ഷേ അതിനുള്ളിൽ ഇരിക്കുന്നവർക്ക് ശരിക്കും പേടിയുണ്ടാവും. അവർ പേടിച്ചു പോയത് അവരുടെ കൂടെ 3-4 കുട്ടികളൊക്കെ ഉണ്ടായിരുന്നുകൊണ്ടാണ് കേട്ടോ.
അങ്ങനെ അവരെ പതുക്കെ മുന്നിലേക്ക് മൂവ് ചെയ്യാൻ പറഞ്ഞു വിട്ടിട്ട് ഞങ്ങൾ വീണ്ടും സ്പീഡിൽ ഫ്രണ്ടിലേക്ക് തന്നെ പോകാൻ തുടങ്ങി. അതിനിടയ്ക്ക് ചേട്ടൻ ബോട്ട് 3-4 വട്ടം കറക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാനൊന്ന് പേടിച്ചു. പേടി മറന്നിരിക്കുമായിരുന്നു. പക്ഷേ ഈ കറക്കം കൊണ്ട് ഒന്ന് നന്നായി തന്നെ പേടിച്ചു. ഭാവനയൊക്കെ ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും എല്ലാവരും നല്ല രീതിയിൽ തന്നെ എൻജോയ് ചെയ്തിട്ടോ. അടിപൊളിയായിരുന്നു. പക്ഷെ ഞങ്ങൾ ഒരു റൗണ്ട് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴേക്കും ഏകദേശം നന്നായിട്ട് ഇരുട്ടായിട്ടുണ്ടായിരുന്നു. ക്രിസ്ത്യാനോയും പിടിച്ചിരിക്കാനുള്ള മനക്കെട്ടി എനിക്കില്ലാത്തത് കൊണ്ട് അവനെ ലിനേഷിനെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ബോട്ടിൻ്റെ സ്പീഡൊന്ന് കൂടിയപ്പോൾ ആളൊന്ന് പേടിച്ചു. കരച്ചിൽ തുടങ്ങി. പിന്നെ അവിടെ ഇരിക്കാതെ അവൻ നേരെ എൻ്റെ അടുത്തേക്ക് പോന്നു. ഇത്തവണ കായലിൽ നന്നായിട്ട് പായൽ പിടിച്ചിട്ടുണ്ടെന്ന് ചേട്ടൻ പറഞ്ഞായിരുന്നു. അതിനിടയ്ക്ക് ഒരിടത്ത് നിറയെ പായൽ വന്നപ്പോൾ ബോട്ടൊന്ന് ഓഫ് ചെയ്യുകയും ചെയ്തു. അതെന്തോ ബോട്ടിന് എന്തോ കംപ്ലൈൻ്റ് ആവും എന്നൊക്കെ പറഞ്ഞു. എനിക്കൊന്നും മനസ്സിലായില്ല. പക്ഷെ കേട്ടിരുന്നു. നമുക്കെല്ലാം അറിയാവുന്ന ഭാവത്തിലിരുന്ന പ്രശ്നം തീർന്നല്ലോ. പിന്നെ അതിനകത്തുള്ള കാഴ്ചകളൊക്കെ കാണാൻ പതുക്കെ ഒന്ന് സ്ലോ ആക്കി. പണ്ട് +2-നൊക്കെ പഠിക്കുമ്പോൾ ഇതുപോലൊരു കായൽ കടന്നു വേണമായിരുന്നു പഠിക്കാൻ പോകാനായിട്ട്. അന്ന് ഒരുപാട് ഫ്രണ്ട്സൊക്കെ ആയിട്ട് ബോട്ടിലൊക്കെ പോയിട്ട് അങ്ങനെ ഒരു അനുഭവമുണ്ട്. പക്ഷെ കുറേ നാൾ കഴിഞ്ഞപ്പോൾ അവിടെ പാലം വന്നു. പിന്നെ അങ്ങനെ ബോട്ടിൽ കയറേണ്ട ആവശ്യമൊന്നും വന്നിട്ടില്ല. പക്ഷേ ഇതെന്ന് പറയുന്നത് സാധാരണ ബോട്ട് പോലെയല്ലല്ലോ, സ്പീഡ് ബോട്ടല്ലേ. ഇത്ര സ്പീഡിലൊക്കെ പോകുന്നത് ആദ്യമായിട്ടാണേ. ഞങ്ങൾ തിരിച്ചു വന്നിട്ട് ബോട്ടിൽ കയറാനായിട്ട് ഒത്തിരി ആളുകളുടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ മോഹനൻ ചേട്ടൻ പറഞ്ഞത് ഇനി തിരിച്ചു പോകാൻ പറ്റില്ല, ഇരുട്ടായി തുടങ്ങി, ഇനി പോയിട്ട് കാര്യമില്ല, ഒന്നും കാണാനൊന്നും പറ്റില്ല എന്നാണ്. അത് ശരിയാണ് കേട്ടോ. ഞങ്ങൾ പോയപ്പോൾ നല്ല വെളിച്ചം ഉണ്ടായിരുന്നു. തിരിച്ചു വരുമ്പോൾ ഒരുവിധം ഇരുട്ടായി. ദേ ആ നിൽക്കുന്ന ഫാമിലി ഉണ്ടല്ലോ, നേരത്തെ നമ്മൾ കണ്ട അതേ ഫാമിലിയാണ് കേട്ടോ. അവരുടെ ബോട്ട് കംപ്ലൈൻ്റ് ആണ്. അവർ ഒരുവിധം ചവിട്ടി തള്ളി ഇവിടം വരെ എത്തിയിട്ടുണ്ട്. പക്ഷേ വീണ്ടും അടുക്കാനായിട്ടും കുറച്ചുകൂടെ സമയം എടുക്കുമെന്ന് തോന്നുന്നു. അവരങ്ങനെ വെയിറ്റ് ചെയ്ത് അവിടെ ഇരിക്കുകയാണ്. അവരിവിടെയെങ്കിലും എത്തിയെന്ന് കണ്ടപ്പോൾ ഞങ്ങൾക്ക് നല്ല സന്തോഷമായി. ഇനി കുറച്ചല്ലേ ഉള്ളൂ, അവരിങ്ങനെ ഇവിടെ എത്തും എന്നുള്ളതായിരുന്നു ആദ്യം കണ്ടപ്പോൾ ഉണ്ടായിരുന്ന ടെൻഷൻ. ഏതായാലും അവരിവിടെ വരെ എത്തിയല്ലോ, അത് തന്നെ സമാധാനം. അങ്ങനെ ഞങ്ങളുടെ കറക്കം അരമണിക്കൂർ കൊണ്ട് അവസാനിച്ചു. ഞങ്ങൾ തിരിച്ച് കയറിയെടുത്ത് തന്നെ എത്തി. അപ്പോഴേക്കും കുറച്ച് ഫാമിലി അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇനി അവർ അനുവദിക്കില്ല എന്നാണ് പറഞ്ഞത്. സമയം കഴിഞ്ഞു പോലും. ഈ കായലിന് ഒരു 5 മീറ്ററോളം ആഴമുണ്ടെന്നാണ് പറഞ്ഞത്. ഈ സമയത്ത് ഇനി കായലിലേക്ക് ഇറങ്ങുന്നത് ശരിക്കും റിസ്ക് തന്നെയാണെന്ന് തോന്നുന്നുണ്ട്. അതുകൊണ്ടായിരിക്കും അവർ ഈ സമയമാകുമ്പോൾ അത് നിർത്തിക്കളയുന്നത്. പക്ഷേ രാത്രിയാണ് കേട്ടോ കാണാൻ ഒരുപാട് ഭംഗി. അപ്പുറത്തു നിന്നുള്ള ലൈറ്റും കാര്യങ്ങളൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇറങ്ങിയിട്ടോ. ഇത്രയും നേരം ഞങ്ങൾ സേഫായി ഒരു ബ്രൈഡിന് കൊണ്ടുപോയി സേഫായി തന്നെ തിരിച്ചെത്തിച്ച മോഹനൻ ചേട്ടനോട് ഒരുപാട് നന്ദിയുണ്ട്.